നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ടെൻഷനാണ്, അത്യാവശ്യമാണെന്ന് ടെൻഷനാണെന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണേ. ഓ സാറേ, നമസ്കാരം സാറേ. അയ്യോ എന്റെ അവള് എത്രയോ നേരം ചോദിക്കും. ഇന്നലെ ഇവിടെ പറയുന്നുണ്ട് സാറേ, പരമേശ്വരൻ നായരും ലീലാമണിയമ്മൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എത്രയോ പ്രാവശ്യം വന്നതാ സാറേ. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? അവള് പറയും സാറേ, എന്ത് കേട്ടെ, ഞങ്ങളുടെ ഇവിടെ തറവാട്ടിലെ ലീലേ ലീലേ ഓടി വാ. അയ്യോ, ഓടി വരണ്ട, വീഴും, പെരിയ വന്നാ മതി. ഇല്ല, ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഞങ്ങളുടെ ഇങ്ങനെ വിളി കേട്ടാ പേടിച്ചു പോകത്തില്ലേ എന്റെ പൊന്നു ചേട്ടാ? ചേട്ടാ ചേട്ടാ പെരിയ വന്നോ? ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങൾ പറ. സുഖമാണോ? എടി ഹരി പത്തനാപുരം, വാ പെട്ടെന്ന് വാ. എടി വാടി. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, പെതിയെ ധൃതി പിടിക്കണം, നമുക്ക് തമ്മിൽ കാര്യം പറയാം. ചേച്ചി വരട്ടെ. അല്ല സാറ് ഒത്തിരി തിരക്കിലുള്ള ആൾ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, അതൊന്നും കുഴപ്പമില്ല. വെറുതെ ചേച്ചിയെ വെപ്രാളപ്പെടുത്തി ഓടിച്ചേ. അവള് സാറേ എന്ത്? ഹലോ സാറേ, ഞങ്ങൾക്കൊക്കെ പ്രായമായി കേട്ടോ. അതുകൊണ്ടാ ഞാൻ ഓടിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. ചേട്ടന് പ്രായം അങ്ങനെ അധികം ഒന്നും ആവത്തൊന്നുമില്ല. ചേട്ടൻ ഇപ്പഴും ചേച്ചി ചേച്ചിയെ ഞങ്ങൾ അവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാ. ആണോ ചേച്ചി? എന്തുകൊണ്ട് വിശേഷങ്ങള്? ഓ, വിശേഷങ്ങളൊക്കെ ഇതാണ്. എന്റെ സുഖമാണോ ചേച്ചിക്ക്? സുഖമൊക്കെ എന്നോട് അന്ന് പറഞ്ഞില്ല വീടാണ് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് പറഞ്ഞതാ. ഓ, ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് ഇട്ടു. ചേച്ചി തിരക്ക് കൊണ്ടാണ് ചേച്ചി, തിരക്ക് കൊണ്ട് എടുക്കാൻ പറ്റാഴികയായിരിക്കാം. ക്ഷമിച്ചേരെ. 4-5 പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുള്ളതാ. ആണോ? ആ ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ. ആ ഇപ്പൊ പറഞ്ഞാട്ടെ ചേച്ചി. എന്തോ ഞാൻ വിളിച്ചത് അന്ന് മോന്റെ കാര്യം ഞങ്ങൾ ഒന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ചേച്ചി ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞോ മോന്റെ. മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/8/88. സമയം വൈകുന്നേരം 5:30. വൈകിട്ട് 5:30 അല്ലേ? ആ 5:30. ചേച്ചി അത്തം നക്ഷത്രം, അത്തം നക്ഷത്രം, ചൊവ്വാഴ്ച ദിവസം, കർക്കടകം 32-ാം തീയതി. ഓ, മോന്റെ വിവാഹമൊക്കെ നടന്ന് ഡിവോഴ്സ് ആയതല്ലേ? അതെ. 2 തവണ പോയോ? എന്തേ 2 തവണ പോയോന്ന്? രണ്ടും പോയി. ഇപ്പോഴത്തെ ചേച്ചി ഒന്നും വ്യക്തമാവുന്നില്ലേ? അന്ന് ഞങ്ങള് പറഞ്ഞതല്ലേ കൊല്ലത്തുനിന്നാണ്. ശരി ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ മോനെ കന്നിക്കൂറാണ്. മോന് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വ്യാഴദശ, വ്യാഴത്തിന്റെ അപഹാരവും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചോളാൻ വേണ്ടി പറയണം. ഇപ്പൊ കല്യാണത്തിന് പുള്ളി ഓക്കെ ആയോ? ഓക്കെ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഒരു വർഷം കഴിയട്ടെ. ഞാനും പറയുന്ന ഒരു അല്പ ആളുകൂടെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ജോലിയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു കരുതൽ വരുന്നതാണ് നല്ലത്. നല്ല ജോലി കിട്ടാൻ, ജോലിയിൽ കൂടുതൽ ഉയർച്ചകളൊക്കെ ഉണ്ടാക്കാൻ, കരിയർ ഡെവലപ്മെന്റ് പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 2024 ലാസ്റ്റോ 2025 ആദ്യത്തോടു കൂടിയോ നമുക്ക് ശ്രമിക്കാം. അന്നേരത്തേക്കാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത്. ഒന്നുകൂടെ കാണുമോ ഇനി? ഒന്നുകൂടെ നടത്തണം നമുക്ക്. നിങ്ങൾക്ക് വയസ്സാം കാലാകുമ്പം ഒരു ഇത് വേണ്ടേ? അവരാ മോന്റെ ഒരു ജീവിതത്തിന്റെ സന്തോഷവും കൂടെ കാണണ്ടേ? വേണം. അല്ല 100% അമ്മേ നടക്കും. നമ്മളെ ഇനിയിപ്പം നമ്മൾ ജാതകവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. പ്രാക്ടിക്കലി നമ്മൾ എന്താണ് അവരുടെ കുടുംബം, എന്താണ് സ്വഭാവം, എങ്ങനെയാണ് ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ 2024 ലാസ്റ്റോട് കൂടി നടക്കും. ആ സമയമാകുമ്പോ എന്നെ ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. ഞങ്ങൾക്കൊരു നമ്പരൊക്കെ തന്നാൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇപ്പൊ അയച്ച നമ്പറിൽ. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.